നമ്മളിപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ ഒരു ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആണെന്ന് വെച്ചോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണെന്ന് ചിന്തിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, ലിമിറ്റ് എക്സ് ടെൻ ടു 2 എസ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ഡയറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ഈ 2 ഇവിടെ കൊടുക്കുമ്പോൾ 2 മൈനസ് 2 എന്ത് വരും? 2 മൈനസ് 2 0 വരും അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് പറ്റുമോ? ഡയറക്റ്റ് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് ഈസ് നോട്ട് അപ്ലൈഡ്. ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിയാൽ നിങ്ങൾ, ലിമിറ്റ് എക്സ് ടെൻ ടു 2 ഡിനോമിനേറ്റർ ഒരു ഫാക്ടർ എക്സ് മൈനസ് 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പാൻഷൻ ഫോമിൽ അതിൻ്റെ ഫാക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഈ -2നെ എത്ര കൊണ്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴാണ് +4 കിട്ടും, -4 കിട്ടണേ? +2 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് എക്സ് മൈനസ് 2 ഉറപ്പായിട്ടൊരു ഫാക്ടർ, ഈ ഒരു ഫാക്ടർ അങ്ങനെ തന്നെ മുകളിൽ വരും. എന്നിട്ട് നിങ്ങൾ നോക്കണം എളുപ്പത്തിന് ഈ -2നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോൾ -4 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു S+2. ഇതൊരു ഫോർമുലയുടെയാണ്. എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പം ഈ എസ് സ്ക്വയർ മൈനസ് 4നെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ഇൻറ്റു S+2. അതിന് എളുപ്പത്തിനാണ് നമ്മൾ പറഞ്ഞ് ഈ എക്സ് മൈനസ് 2 അങ്ങനെ തന്നെ എഴുതുക. ഈ -2നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ -4 കിട്ടും? അപ്പോൾ +2. അപ്പോൾ S+2 ഒരു ഫാക്ടർ എളുപ്പമുണ്ട് നമുക്ക്. അപ്പോൾ നോക്കിക്കേ, ഈ എക്സ് മൈനസ് 2 ക്യാൻസലായിപ്പോയി. അതായത് നമ്മൾ ഡിനോമിനേറ്ററിന് 0 ആക്കുന്ന ആ ടേമിനെ നമ്മളവിടെ ക്യാൻസലാക്കി വിട്ടു. എന്നിട്ട് നീ ഡയറക്റ്റ് വാല്യൂ കൊടുത്തു നോക്കിയേ. അപ്പോൾ ബാലൻസ് എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻ ടു S+2 ആണ്. വേരിയബിൾ അവിടെ ഉണ്ട്, അവിടെ നിർബന്ധമായിട്ട് ലിമിറ്റ് എഴുതണം. വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ലിമിറ്റ് എഴുതരുത്. കാരണം ഈ എക്സിന് 2 കൊടുത്താൽ അവിടെ 2 + 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എഴുതാമുള്ളൂ. പിന്നെ അവിടെ ലിമിറ്റ് എഴുതരുത് കേട്ടോ. ഇതിനെയാണ് എക്സ്പാൻഷൻ ഫോം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻ ടു 3 എസ് സ്ക്വയർ മൈനസ് 9 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ആണ്. കാണുമ്പോൾ തന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 3 നമുക്കറിയാം. ഈ ഡയറക്റ്റ് വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ ഡിനോമിനേറ്റർ 3 - 3 ആണ്, 0 ആണ്. അപ്പോൾ ഡയറക്റ്റ് വാല്യൂ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനെ എസ് സ്ക്വയർ മൈനസ് 9നെ എക്സ്പാൻഡ് ചെയ്യണം. അതിനകത്ത് നമുക്കറിയാം ഈ എക്സ് മൈനസ് 3 ഉറപ്പായിട്ടൊരു ഫാക്ടർ ആവും, അത് എഴുതണം. എന്നിട്ട് നോക്കണം ഈ -3യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -9 കിട്ടും. അപ്പോൾ S+3 കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോയി. ഇനി നമുക്ക് വേറെ ഒന്നുകൂടി എടുത്തെഴുതുന്ന ഒരു നിർബന്ധവും ഇല്ല. നേരെ നമുക്ക് ഈ വാല്യൂ കൊടുക്കുക. ഈ 3 നേരെ ഇവിടെ കൊടുക്കുക. അപ്പോൾ 3 + 3 ആവും. അപ്പോൾ ആൻസർ എന്താവും? നമ്മുടെ വാല്യൂ 6 ആവും. നേരെ വാല്യൂ കിട്ടും. അത് ഒന്നുകൂടി എഴുതിയാൽ ലിമിറ്റ് എഴുതണം, എഴുതിയില്ലെങ്കിൽ ലിമിറ്റ് എഴുതണ്ട കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻ ടു 1/2 എക്സ് ടെൻ ടു 1/2 4s സ്ക്വയർ -1 ഡിവൈഡഡ് ബൈ 2x - 1 ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഡയറക്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ 2 × 1/2 -1, 2 × 2 വെട്ടിപ്പോയിട്ട് 1 - 1 ഡിനോമിനേറ്റർ 0 ആണ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് ഈസ് നോട്ട് അപ്ലൈഡ്. ഡയറക്റ്റ് മെത്തേഡ് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻ ടു 1/2 ഇവിടെ 2x - 1 അങ്ങനെ തന്നെ വരും. ഈ 2x - 1 ഉറപ്പായിട്ടൊരു ഫാക്ടർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിന് എന്തായിരിക്കും? ഈ -1 കിട്ടണമെങ്കിൽ എന്തായിരിക്കും ഇവിടെ? 2x + 1. കാരണം ഇത് ഏതാ ഫോർമുല? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെ എഴുതുന്നേക്കാൾ നമുക്ക് എളുപ്പം ഇത് മുകളിലോട്ട് എഴുതി എന്നിട്ട് ഈ പ്രോഡക്റ്റ് മാത്രം നോക്കിയാൽ മതി. -1നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ +1 കിട്ടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫാക്ടറായി വെട്ടിപ്പോയി. ഇനി ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കാം. 2 × 1/2 + 1. എക്സ് എവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ വാല്യൂ കൊടുക്കണം. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 1/2 കൊടുത്തു. അപ്പോൾ ഈ 2 × 2 വെട്ടിപ്പോവില്ലേ? അപ്പോൾ 1 + 1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 2 വരും. അപ്പോൾ എക്സ്പാൻഷൻ ഫോമിൻ്റെ ആൻസറായി. +1 കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്റർ നമ്മൾ ഓരോരോ ലെവൽ 1-നകത്ത് പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ 22 പാർട്ട് വീഡിയോസ് ഉണ്ട്. അത് നമ്മൾ ഓരോ ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓരോ ദിവസവും നിങ്ങളത് കണ്ട് പഠിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ചാപ്റ്റർ പഠിക്കാൻ പറ്റും. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സെക്കൻഡ് ഇയറിനകത്ത് കാൽക്കുലസ് സെക്ഷൻ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.